ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഹ്യുണ്ടായി i10 ആണ്. കസ്റ്റമർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് EPSൻ്റെ ലൈറ്റ് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ RPM വർക്കിംഗ് അല്ല. പിന്നെ സ്റ്റിയറിംഗ് ഫുള്ള് ഹാർഡാണ്. ഇതിന് സ്കാൻ ചെയ്യുന്ന സമയത്ത് എൻജിൻ സ്പീഡ് സിഗ്നൽ നോട്ട് ഇൻപുട്ട് എന്നാണ് കാണിക്കുന്നത്. അതിന് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ECU ബോർഡാണ്. ഈ സൈഡിൽ ECUയുടെ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. അവിടെ നിന്നൊരു സിഗ്നൽ EPSൻ്റെ മോഡ്യൂളിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ RPM കൊടുക്കത്തുള്ളൂ, ഈ EPSൻ്റെ ലൈറ്റ് അണയത്തുള്ളൂ, ഈ മോഡ്യൂൾ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഇത് നമുക്ക് നോക്കാം എന്താണ് ഫോൾട്ട് എന്നുള്ളത്. ECU അഴിച്ചിട്ട് റിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഇത് വർക്കാവും. ഓക്കെ, ബോഡി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ബോർഡ് 3214. ഇതിലൊരു 4 സ്ക്രൂ ഉണ്ട്. അതഴിച്ച് മാറ്റിയിട്ട് ഇത് നമുക്ക് ഇളക്കണം. ഇത് ഇളക്കിയിട്ടില്ല ആരും ഇതുവരെയും. ഫസ്റ്റ് ഇളക്കാണ്. ഈ മദർ ബോർഡിൻ്റെ ഉള്ളിലാണ് നമ്മളെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫോൾട്ട് ഇരിക്കുന്നത്. ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ബോർഡിലാണ് പവർ സ്റ്റിയറിംഗ് വർക്കാവാത്തതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ബോർഡിലാണുള്ളത്. ഇത് ഫുള്ള് ചെക്ക് ചെയ്യണം. എല്ലാ ICകളും ചെക്ക് ചെയ്തിട്ട് ഇതെന്താണ് ഫോൾട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ചിലപ്പോൾ PF ആവാം, ഡയോഡ് ആവാം, റെസിസ്റ്റൻസ് ആവാം. ഫുള്ള് ട്രാക്കുകൾ ഫുള്ള് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടും. ഞാൻ ഒന്ന് നോക്കിയിട്ട് വണ്ടിയിൽ വെച്ച് കാണിച്ചു തരാം ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോർഡ് ഞാനിപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കിടപ്പുണ്ട്. റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കമ്പോണൻസ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ റിപ്പയർ ചെയ്ത് ഞാൻ കയറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ RPM എടുക്കത്തില്ലായിരുന്നു, ഈ EPSൻ്റെ ലൈറ്റും അണയത്തില്ലായിരുന്നു, സ്റ്റിയറിങ് ഫുൾ ടൈറ്റായിരുന്നു. ഇപ്പം ഞാനൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ RPM എടുത്തിട്ടുണ്ട്, EPSൻ്റെ ലൈറ്റും പോയിട്ടുണ്ട്. അതിനർത്ഥം ഇത് വർക്കായി തുടങ്ങി. ഇപ്പോൾ സ്റ്റിയറിങ് നല്ല ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. പവർ സ്റ്റിയറിങ്ങിൻ്റെ EPSൻ്റെ മോഡ്യൂൾ വരാം, മോട്ടർ വരാം, ECU വരാം. ഈ 3 ഐറ്റമാണ് ഇതിന് കൂടുതലും കംപ്ലയിൻറ്റ് വരാറുള്ളത്. ടോർക്ക് വളരെ കുറവാണ്. അത് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതാണ് ഫോൾട്ട് എന്നുള്ളത്. EPS മോഡ്യൂൾ ആണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, ECU ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും, മോട്ടറാണെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.